അപ്പോൾ കിച്ചണിലെ പണിയൊക്കെ തീർത്തിട്ട് നമ്മൾ കിച്ചൺ ഫുള്ള് ക്ലീൻ ചെയ്തിട്ട് നമ്മളിവിടുന്ന് ഇറങ്ങാൻ പോവാണ്. എങ്ങോട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൊയിലാണ്ടിയിലുള്ള നമ്മുടെ വീട്ടിലേക്കാണ് കേട്ടോ. കുറേ പേര് ചോദിച്ചു നമ്മൾ എവിടെയാണ് സ്ഥലം, അതായത് കോഴിക്കോടാണോ കൊയിലാണ്ടിയാണോ കൊച്ചിയാണോ അതേപോലെ തന്നെ കണ്ണൂരാണോ എന്നൊക്കെ കുറേ പേരല്ല കുറച്ച് പേര് ചോദിച്ചു. ചിലപ്പോൾ നമ്മളെ കാണുമ്പം ആൾക്കാർ ചോദിക്കലുണ്ട്, നിങ്ങളിവിടെ കോഴിക്കോടായിരുന്നോ, ഞങ്ങൾ കണ്ണൂരോ അല്ലെങ്കിൽ കൊച്ചിയാന്ന് വിചാരിച്ചു എന്ന് പറയലുണ്ട്. അപ്പോൾ നമ്മൾ കാലിക്കറ്റാണ് കേട്ടോ സ്ഥലം വരുന്നത്. അതായത് എൻ്റെ വീട് കാലിക്കറ്റാണ് വരുന്നത്, മനീഷേൻ്റെ വീട് കൊയിലാണ്ടിയാണ് വരുന്നത്. അപ്പം ഞാൻ കല്യാണം കഴിഞ്ഞതിന് ശേഷം നേരെ കൊയിലാണ്ടിയിലേക്ക് മാറിയതാണ്. അതിനുശേഷം ഞാനും മനീഷേട്ടനും കൂടി ഞങ്ങൾ കൊയിലാണ്ടിയിലൊരു സ്ഥലം വാങ്ങി ഞങ്ങളവിടെ വീട് വെച്ചു. അപ്പം ആ വീടാണ് എല്ലാവരും കണ്ടിട്ടുള്ളത് കേട്ടോ, വീഡിയോസ് നമ്മളെ ഹോം ടൂർ ചെയ്തിട്ടുണ്ടല്ലോ, ആ വീടാണ് അത്. അപ്പം ഇപ്പോൾ ഈ ഒരു വീടെന്ന് പറയുന്നത് ഇത് കോഴിക്കോടുള്ള വീടാണ് കേട്ടോ. നമ്മൾ താൽക്കാലികമായിട്ട് കാലിക്കറ്റിലേക്ക് മാറിയതാണ്. ഇവിടെ നമ്മൾ ആ വീട്ടിലേക്ക് ഇറങ്ങുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഫുള്ളായിട്ട് ക്ലീൻ ആക്കിയിടും. അതാകുമ്പോൾ നമുക്ക് തിരിച്ച് വന്നിട്ട് നമ്മുടെ വീട് കാണുമ്പോൾ നമുക്കൊരു ആശ്വാസം ഉണ്ടാവും. ഹാവു, ഇങ്ങനെ കിടക്കുന്ന ഒരു എത്രയും ക്ലീൻ ആയിട്ട് കിടക്കുന്ന വീട് കാണുമ്പോൾ നമുക്കൊരു സമാധാനം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഇറങ്ങുന്നതിന് മുന്നേ നമ്മൾ എന്താക്കും, ഫുള്ളായിട്ട് ക്ലീൻ ചെയ്തിട്ട് ഇനിയിപ്പോൾ 2 ദിവസം അവിടെ ഉണ്ടാവില്ലല്ലോ, അപ്പോൾ പൊടിയൊന്നും ആവണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മളിങ്ങനെ 2 ബ്ലാങ്കറ്റൊക്കെ എടുത്തിട്ട് നമ്മുടെ ബെഡിൻ്റെ മേലെ വിരിച്ചിടും കേട്ടോ. അതാകുമ്പോൾ പിന്നെ പെട്ടെന്നുള്ള പൊടികളോ കാര്യങ്ങളോ എന്തെങ്കിലും വീടോ അങ്ങനെയൊന്നും ഉണ്ടാവില്ലല്ലോ. അങ്ങനെ ഫുൾ അത് ചെയ്തിട്ട് നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങുക ചെയ്യൽ കേട്ടോ. ഇത് കണ്ടോ, നമ്മുടെ ഒരു കബോർഡിൻ്റെ അടുത്തൊരു കുട്ടി കബോർഡ്, അതാണ് ഈസിക്കുട്ടൻ്റെ ഈ ഒരു വാർഡ്രോബ് എന്ന് പറയുന്നത്. നല്ല വാർഡ്രോബ് ആട്ടോ, നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാനത് ടാഗ് ചെയ്ത് കൊടുക്കാം. വണ്ടി പോകുന്നില്ല, വണ്ടി വേഗം എടുത്തുവിടുക കുഞ്ഞാവ പറയുന്നത്. ബബൂഷിന്റെ ഇവിടെ ബബൂഷിന്റെ വാവാവോ അങ്ങനെ നമ്മളെവിടെ പോവാണ്, വീട്ടിൽ പോവാണ്. വെള്ളിയാഴ്ച അവ കാത്തിക്ക നമ്മള് വീട്ടിലേക്ക് പോവാൻ വേണ്ടിട്ട്. കുബേരനില്ലേ 1-ാം തീയതി എല്ലാരും അടുത്ത മാസം 1-ാം തീയതി ആവുമല്ലോ, അപ്പൊ എല്ലാം പറഞ്ഞു അടുത്ത മാസം. ഇവിടെ ടൗണിൽ നമ്മളൊരു സ്ഥലത്ത് എത്തുന്ന സമയത്തിനേക്കാൾ സ്പീഡിൽ നമ്മൾ ഇവിടുന്ന് കൊയിലാണ്ടിയിലേക്ക് എത്തുന്നുണ്ട്. കാരണം ബൈപ്പാസ് കാരണം. കൊയിലാണ്ടി വരെയുള്ള ബൈപ്പാസ് ഇപ്പൊ സെറ്റ് ആണ്. അവിടുന്ന് അങ്ങോട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. നമ്മുടെ വീടിന്റെ വഴി വരെ നമുക്ക് ബൈപ്പാസ് ഉണ്ട്. അതേ ഭാഗ്യത്തിന് നമ്മുടെ കോഴിക്കോട് വീടിനടുത്തുള്ള ഒരു വഴിയാണ് കേട്ടോ ഇത്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്താണെന്ന് അറിയില്ല, ഒരു പ്രത്യേക ഫീലാണ് എനിക്ക്. ചിലപ്പോൾ ബാംഗ്ലൂരൊക്കെ പോകുന്നൊരു വഴി പോലെ ചെറുങ്ങനത്തൊന്നും അത്ര ഇല്ലെങ്കിലും 2 സൈഡിലും നല്ല പച്ചപ്പൊക്കെ ആയിട്ട് ഈ ഒരു വഴി എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ. അധികം കുണ്ടും കുഴിയൊന്നും ഇല്ലാത്തൊരു റോഡുകളൊക്കെ ആയിട്ട്. നമ്മുടെ ഗണപതി പപ്പ ഇവരെന്നെ കളിയാക്കി, നീ അപ്പോഴും എന്നെ കളിയാക്കി, ഞാനത് വെച്ചതിന് ശേഷം. പക്ഷെ നല്ല രസമില്ലേ ബാറ്റ്മാൻ. അയ്യോ, ഒരു ബാറ്റ്മാൻ ഓർമ്മ ഉണ്ടോ? ഭയങ്കര ദേഷ്യം പിടിച്ചു നിൽക്കുന്ന ബാറ്റ്മാൻ. ഇനി ഒരു കൃഷ്ണൻകുട്ടീനെ ഒരു ശിവൻകുട്ടീനെയും വേണം. ഒങ്ങാറ്റ കുട്ടൻ ഇതാ അവിടെ, ഒങ്ങാക്കുറ്റൻ. നോക്കണോ നോക്ക്, എന്റെ നമ്മളെ വീടെത്തിടാ. സത്യം പറഞ്ഞാൽ നമ്മൾ ചോര നീരാക്കി ഉണ്ടാക്കിയ നമ്മുടെ ആ ഒരു വീട്ടിലേക്ക് നമ്മൾ തിരിച്ചെത്തുമ്പോണ്ടല്ലോ, ആ ഒരു ഫീല് സത്യമായിട്ടും വേറെ തന്നെയാണ്. വണ്ടിയിൽ കയറി അപ്പം ബബ്ലൂസ് ഉറങ്ങിപ്പോട്ടോ. പിന്നെ അവന് കുറച്ച് മോഷൻ സിക്നസ്സും ഉണ്ട്, ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്, എനിക്കും അപ്പൂനൊക്കെ. നമ്മുടെ വീടെത്തി, നല്ല വിശപ്പുണ്ട്. അപ്പൊ നമ്മൾ അവിടുന്ന് ചിക്കൻ പാർട്സും പുട്ടും പൊതിഞ്ഞെടുത്തിട്ടുണ്ട് രാവിലത്തെ ഫുഡ്. ഞാനിങ്ങനെ പുറത്തൊക്കെ ഇറങ്ങുന്ന സമയത്ത് ഇങ്ങനെ പമ്പ് ചെയ്തെടുത്തിട്ട് കുപ്പിയിലാക്കി എടുക്കും. കാരണം ഇയാൾക്ക് തീരെ ക്ഷമയില്ല, അല്ലേ? ക്ഷമയില്ലാത്ത കുറ്റ. ഞാനൊന്നും അറിയില്ല, അമ്മ എന്തൊക്കെയോ പറയുന്നത്. ഞാനൊന്നും അറിയാം. ബുദ്ധനെ നോക്കുക, ബബ്ലൂസിന്റെ പാമ്പൊക്കെ അവിടെ. ബുദ്ധനോട് ചിച്ചുന്നുണ്ട്. ഞങ്ങൾ ഇങ്ങനെ ചോദിച്ചു തുടങ്ങിയാ പിന്നെ പെട്ടെന്ന് കിട്ടണം, അല്ലേ ഇജിക്കുട്ട? അങ്ങനല്ലേ? അതുകൊണ്ട് ഞാൻ റിസ്ക് എടുക്കൂല, പെട്ടെന്ന് ഞാൻ ഇതിലാക്കി വെക്കും. അമ്മ അപ്പാപ്പ കഴിച്ചിട്ട് വരേ. ഇങ്ങനെ കുറേ കാലത്തിന് ശേഷമാണ് ഞാൻ ജീൻസ് ഇടുന്നത്. എനിക്ക് തോന്നുന്നു പ്രഗ്നന്റ് ആയിട്ട് ഫസ്റ്റ് സ്കാനിങ്ങിന് പോകുമ്പോഴാണെന്ന് തോന്നുന്നു ഞാൻ ലാസ്റ്റ് ആയിട്ട് ജീൻസ് ഇട്ടിട്ടുള്ളത്. പിന്നെ അതിനുശേഷം ഇപ്പോഴാണ് ജീൻസ് ഇടുന്നത്. പക്ഷെ ജീൻസിന്റെ സൈസൊക്കെ മാറി, വലിയ സൈസായി, അരവണ്ണൊക്കെ കൂടി, ബെല്ലിയൊക്കെ ഇനി കുറയ്ക്കാനുണ്ട്. പ്രഗ്നൻസി സമയത്ത് ഒരു ഫോട്ടോഷൂട്ടിന് വേണ്ടി എടുത്ത ജീൻസാണ്. അപ്പൊ ബാക്കിയുള്ള ജീൻസുകളൊക്കെ ഞാൻ ഇട്ട് നോക്കിയിട്ട് ഫിറ്റ് ആവുന്നില്ല. പിന്നെ ഈ ഷർട്ട് ഇട്ടാൽ എന്താന്ന് വെച്ചാൽ ഇനിയിപ്പോ അഥവാ പാല് അവൻ കുടിച്ചു കഴിഞ്ഞാലും ഷർട്ട് ആകുമ്പോ നമുക്ക് പെട്ടെന്ന് ഫീഡ് ചെയ്യാൻ പറ്റുമല്ലോ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഷർട്ട് ഇട്ടത്. അപ്പൊ കുറേ കാലത്തിന് ശേഷം ജീൻസ് ഇട്ടപ്പോ ഒരു പ്രത്യേക സന്തോഷം. അപ്പൊ ഇതാ നമ്മുടെ ചിക്കൻ പാർട്സും പുട്ടും. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ ഫസ്റ്റ് ആയിട്ട് ചിക്കൻ പാർട്സ് കഴിക്കുന്ന എവിടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ സ്കൂളിൽ എനിക്ക് തോന്നുന്നു ഒരു 3rd സ്റ്റാൻഡേർഡോ 2nd സ്റ്റാൻഡേർഡോ പഠിക്കുന്ന സമയത്ത്, ആ സമയത്താട്ടോ. അതിന് മുന്നേ കഴിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ല. ആ ഒരു സമയത്ത് നമ്മുടെ ക്ലാസ്സിലൊരു കുട്ടി ഇങ്ങനെ ചിക്കൻ പാർട്സ് കൊണ്ടുവന്നിരുന്നു. അപ്പൊ ഞാനിങ്ങനെ
അതിലുള്ള ആ യെല്ലോ കളർ മുട്ടി അതൊക്കെ ശ്രദ്ധിച്ചു. അപ്പം ഞാനിങ്ങനെ വീട്ടിൽ പോയിട്ട് അമ്മേനോട് പറഞ്ഞിട്ടുണ്ട്, ഈ ചിക്കൻ പാർട്സ് നല്ല ടേസ്റ്റാണ്, അത് നമുക്ക് വാങ്ങണം എന്നൊക്കെ. ഞാൻ വിചാരിച്ചത് ഈ ചിക്കനേക്കാളും റേറ്റ് ഉള്ളത് ചിക്കൻ പാർട്സ് ആണെന്നാണ്. പക്ഷേ പിന്നെ എനിക്ക് മനസ്സിലായത് ചിക്കൻ പാർട്സിനാണ് റേറ്റ് കുറവെന്നുള്ളത്. കഴിഞ്ഞ പൈസ വന്നല്ലോ മമ്മീൻ്റെ എന്നെ നോക്കണം നമുക്ക് നടക്കാം. നിന്നത് പറ്റിയില്ല, നടക്കണേനു. നിന്നത് പറ്റൂല, നിനക്ക് ഇങ്ങനെ നടക്കണം. ഓ ഓ ഓ ഇല്ലല്ല ഇല്ലല്ല ഓ ഓ ഓ ഓ ഓ ഓ ഓ ഓ ഓ. അങ്ങനെ ആള് ചെറുതായിട്ടൊന്ന് മയങ്ങിയതിന് ശേഷം നമ്മുടെ തൊട്ടടുത്തുള്ള ഒരു വിശാൽ മാർട്ട് എന്ന് പറഞ്ഞിട്ടൊരു മാർട്ടുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു ഞാൻ മുന്നേ വിശാൽ മാർട്ട് കണ്ട ബാംഗ്ലൂരിൽ നിന്ന്, അവിടെ നിന്ന് അങ്ങാനും ആണ്. അപ്പം ഇവിടെ കുറച്ച് നല്ല റീസണബിൾ പ്രൈസ് എഡീഷൻ എനിക്കെന്താ പറ്റിയ റീസണബിൾ പ്രൈസ് ആയിട്ട് നമുക്ക് ഐറ്റംസ് കിട്ടും. ഇപ്പം ഞാൻ എടുത്ത ഐറ്റമില്ലേ, അത് ഞങ്ങൾ വാങ്ങിയപ്പം അത്ര ക്വാളിറ്റി പോരായിരുന്നു. പക്ഷേ ബാക്കിയുള്ളതിനൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ എനിക്ക് എന്ത് വാങ്ങണമെങ്കിലും അമ്മേനോടൊന്ന് ചോദിച്ച് ഒരു 2 പ്രാവശ്യം ഉറപ്പ് വരുത്തിയിട്ട് എനിക്കത് വാങ്ങാൻ പറ്റുള്ളൂ. കാരണം ഞാനൊരു ചെറിയ സാധനം എടുക്കുകയാണെങ്കിൽ ഞാനൊരു 3-4 പ്രാവശ്യം ആലോചിക്കും, ഇത് വേണോ, ഇത് വേണ്ടേ, ഇത് വാങ്ങിയ കാര്യം ഉണ്ടാവില്ലേ, ഇത് വാങ്ങിയത് എവിടെ വെക്കാൻ പറ്റും, ഈ കളർ വീട്ടിലേക്ക് ചേരുമോ. ഒരു ചെറിയ എന്താ പറയുക, നമ്മളൊരു സോപ്പിൻ്റെ ഡബ്ബയാണെങ്കിൽ പോലും ഞാൻ കളറും കാര്യങ്ങളും ആവശ്യവും ഒക്കെ ഇങ്ങനെ ആലോചിച്ചാട്ടോ സാധനങ്ങൾ വാങ്ങാം. അപ്പം അത്രയും എനിക്ക് വേണമെന്ന് തോന്നിയാൽ, പിന്നെ ഇനിയിപ്പോൾ എനിക്ക് വേണമെന്ന് തോന്നിയാൽ തന്നെ ഞാൻ ഒന്നുകൂടി അമ്മേൻ്റെയോ അപ്പൂൻ്റെയോ ഒക്കെ ഒരു സജഷൻ എടുക്കും. അപ്പോൾ ആകുമ്പോൾ പിന്നെ നിനക്ക് വേണോ വാങ്ങിക്കൂ, വേണ്ടേ വാങ്ങണ്ട, അങ്ങനെയാണ്. പക്ഷെ അമ്മയാകുമ്പോൾ കറക്റ്റായിട്ട് എനിക്ക് പറഞ്ഞു തരും എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, അതിപ്പോൾ ഉപകാരപ്പെടുമോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത്. അതുകൊണ്ട് ഞാൻ അമ്മേനെ കൂട്ടിയിട്ട് എനിക്ക് ഷോപ്പിംഗ് പോകുമ്പോഴാണ് എനിക്ക് കറക്റ്റായിട്ട് സാധനങ്ങൾ വാങ്ങിയിട്ട് വരാൻ പറ്റല്. ഇപ്പോൾ ബബ്ലൂസ് എവിടെയെന്ന് വിചാരിക്കുന്നുണ്ടാവില്ലേ, കറക്റ്റാണ്, ബബ്ലൂസ് വന്നിട്ടില്ല. ബബ്ലൂസ് വീട്ടിൽ കിടന്ന് ഉറങ്ങുകയാണ്. ആൾക്ക് നല്ല ഉറക്കമുണ്ടായിരുന്നു. ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് ഞങ്ങൾ 3 ആളും കൂടി പുറത്ത് പോകുന്ന സമയത്ത് ബബ്ലൂസിന് കൂടെ കൂട്ടാതെ ഇറങ്ങുന്നത്. അത് അങ്ങനെ വിചാരിച്ചിട്ടല്ല, ഞങ്ങൾ അവനെ കുറേ വിളിച്ച് വരുന്നോ എന്ന്. അപ്പോൾ ആൾക്ക് തീരെ വയ്യ. കാലിക്കറ്റ് നമ്മൾ ഇന്ന് യാത്ര ചെയ്തെത്തിയതല്ലേ ഉള്ളൂ. പിന്നെ ആളാണെങ്കിലും ഉറങ്ങിയിട്ടും കാര്യങ്ങളൊന്നുമില്ല. കാരണം സ്കൂളിലൊക്കെ പോകുമ്പം ഇപ്പം നേരത്തെ ഏർലി മോർണിംഗ് 7:30 അവന് സ്കൂള്. അപ്പോൾ 1:30 വരെ സ്കൂള്. അത് കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ചിട്ട് അവനൊരു ഉറങ്ങും. അപ്പോൾ ഇന്ന് എന്താണെന്ന് അറിയില്ല, ആൾക്ക് ഭയങ്കര ഉറക്കമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആൾ പറഞ്ഞു, ഇല്ല അമ്മീ ഞാനില്ല, ബപ്പു ഇല്ല, അമ്മ പോയിട്ട് വാന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾക്ക് ഭയങ്കര സങ്കടമായി. കാരണം ഫസ്റ്റ് ടൈമാണ് കുഞ്ഞിനങ്ങനെ പറയുന്നത് ഒറ്റയ്ക്ക് അവിടെ. അതായത് അവിടെ വല്യമ്മ ഉണ്ട് വീട്ടിൽ. അപ്പോൾ വല്യമ്മേൻ്റെ കൂടെ അങ്ങനെയൊക്കെ നിന്നോളാന്ന് അവൻ ഫസ്റ്റ് ടൈമാണ് പറയുന്നത്. അവനിക്ക് ഭയങ്കര സങ്കടമായി. എന്നാൽ അത്യാവശ്യമായതുകൊണ്ട് മാത്രം നമ്മൾ പുറത്തിറങ്ങി. അതിനുശേഷം ഞാൻ വിചാരിച്ചു അവനും, അതായത് ബബ്ലൂസിനും എനിക്കും കൂടി ഈ ഒരു സൈൻ ലബാം വാങ്ങാന്നുള്ളത്. അപ്പം എനിക്ക് ഈ ഒരു പ്രഗ്നൻസി കഴിഞ്ഞതിന് ശേഷവും പ്രഗ്നൻസിയിലും ഭയങ്കര ഷുഗർ ക്രേവിങ്സ് ആണ് കേട്ടോ. അപ്പോൾ എനിക്ക് എന്തെങ്കിലും അതിലുള്ള തിന്നുകൊണ്ടിരിക്കണം. ഞാൻ പ്രഗ്നൻസി സമയത്ത് ഇത് കുറേ കഴിച്ചിട്ടുണ്ട്. അപ്പം ഞാനും ബബ്ലൂസും കൂടി ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ന്യൂട്ടെല്ലേൻ്റെ സൈൻ ലബാം വാങ്ങി. അങ്ങനെ തിരിച്ച് വന്നപ്പോൾ ബബ്ലൂസിട്ട് നല്ല ഉഷാറായിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു, നല്ലോണം ഉറങ്ങിയൊക്കെ എണീച്ചിട്ട്. അതുകൊണ്ട് തന്നെ ആളെ മൂഡൊക്കെ നല്ല ഓക്കെ ആയിരുന്നു. അതിനുശേഷം നമ്മൾ ഫുഡ് എല്ലാവരെയൊക്കെ കഴിച്ച് നമ്മൾ കിടന്നു കേട്ടോ. അപ്പോൾ ഇതാ ബബ്ലൂസിൻ്റെ കയ്യിൽ കണ്ടില്ലേ, ഇങ്ങനെ അവൻ തന്നെ വരയ്ക്കും, എന്നിട്ട് നമ്മളത് കട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതാണ് ആളുടെ ഇപ്പോഴത്തെ ഒരു ഫേവറേറ്റ് ഹോബി എന്ന് പറയുന്നത്. ഫേവറേറ്റ് തിങ് അയാൾക്ക് ചെയ്യാൻ അങ്ങനെയാണ്. പിന്നെ ആളുടെ ടോയ്സ്, അതായത് നമ്മൾ സോളിഡ് ആയിട്ടുള്ള ടോയ്സിനേക്കാളും ആൾ എടുത്ത് കളിക്കുന്നത് ഈ ഒരു സംഭവങ്ങളാണ്. ഇസുകുട്ടനതാ ഇവിടെ നല്ലോണം മയങ്ങിയിട്ടുണ്ട്. പിന്നെ ആളുടെ ഒരു ഉറക്കം എന്ന് പറയുന്നത് ആൾക്ക് തോന്നും കേട്ടോ എപ്പോൾ എണീക്കണം എന്നുള്ളത്. അപ്പോൾ ആൾ എണീക്കും. ചിലപ്പോൾ ഒരു 2 hours ഒക്കെ കിട്ടും, ചിലപ്പോൾ ഒരു 3 hours ഒക്കെ ആവും. അത് ചിലപ്പോൾ ഒരു 1.5 hours അല്ലെങ്കിൽ ഒരു 20 minutes അതിലൊക്കെ ആളിങ്ങോട്ട് എണീക്കും. പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത് കോഴിക്കോട് നിന്ന് നമ്മുടെ ആ ഒരു റൂമിൽ ആൾ ഉറങ്ങുന്നതിനേക്കാളും ഇവിടെ വരുമ്പോൾ ആൾ കുറച്ചുകൂടി കംഫർട്ടബിളായിട്ട് ഭയങ്കര സുഖമായിട്ട് ഉറങ്ങുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു പില്ലോ എന്താ വെച്ചതെന്ന് വെച്ചാൽ നമ്മളോട് ഡോക്ടർ പറഞ്ഞിരുന്നു ഒരു 15 degree ഒന്നാളെ പൊന്തിച്ച് വെക്കാൻ വേണ്ടിയിട്ട്. ഗ്യാസിൻ്റെ കുറച്ച് ട്രബിൾ ഉള്ളതുകൊണ്ട് അതുകൊണ്ട് നമ്മൾ ഈ ഒരു പില്ലോ വെച്ചത് എമ്മേൻ്റെ പില്ലോ ആണ് ഇട്ടത്. അപ്പോൾ അതാ ബബ്ലൂസ് അതാ ഓൾമോസ്റ്റ് ഉറങ്ങി വരുന്നുണ്ട്. ആളെ കയ്യിൽ കണ്ടോ ഇപ്പോഴും ആ ഒരു
പീസ് ഉണ്ട്, കട്ട് പീസ് ഉണ്ട്. ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാനും ചെറുതായിട്ടൊന്ന് മയങ്ങാൻ പോട്ടെ, എന്നിട്ട് നമുക്ക് നാളെ ഇസിക്കുട്ടനെ കുളിപ്പിക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഇതാ നെക്സ്റ്റ് ഡേ ആയി. ഇസിക്കുട്ടൻ കിടക്കുന്നത് കണ്ടോ, എൻ്റെ 2 കവളും പിടിച്ചിട്ട് ആൾ അവിടെ കിടന്നിട്ട് ഉറങ്ങാഞ്ഞപ്പോൾ ഞാൻ എടുത്തിട്ട് എൻ്റെ അടുത്ത് കിടത്തിയതാണ്. അപ്പോൾ ആൾ ഇങ്ങനെ പിടിച്ചിട്ട് കിടന്നുറങ്ങുന്നത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര രസം തോന്നിയിട്ട് അതാ ഞാൻ എടുത്തു വെച്ചത്. ഇനി ആളെ കുളിപ്പിക്കുക കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ചെയ്യാനുള്ളത്. ഞാനും ഇസികേട്ടനായിട്ട് നിൽക്കുമ്പോഴോ അല്ലെങ്കിൽ ഞാനും ബബ്ലൂസായിട്ട് നിൽക്കുമ്പോഴോ ആരും ഇങ്ങനെ ഫോട്ടോസ് വീഡിയോസ് ഒന്നും അധികം എടുത്തു തരില്ല കേട്ടോ. കാരണം മനീഷേട്ടൻ ഫുള്ള് തിരക്കിൽ എന്തെങ്കിലും ആയിരിക്കും, അങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പം ഞാനിങ്ങനെ എല്ലാവരും ഇസികേട്ടൻ്റെ കൂടെയുള്ള അല്ലെങ്കിൽ ബബ്ലൂസിൻ്റെ കൂടെയുള്ള മൊമെൻറ്റ്സ് ഒക്കെ എടുത്ത് വെക്കും കേട്ടോ. എനിക്ക് തോന്നുന്ന എല്ലാ അമ്മമാരും അങ്ങനെ ആയിരിക്കും. അമ്മമാർക്ക് കുട്ടികളെ കൂടെയുള്ള മൊമെൻറ്റ്സ് കിട്ടാൻ കുറച്ച് പാടായിരിക്കും. അതുകൊണ്ട് എനിക്ക് കിട്ടുന്ന മൊമെൻറ്റ്സ് ഒക്കെ ഞാൻ എന്താക്കുന്നത് വെച്ചാൽ ഫ്രണ്ട് ക്യാമറയിൽ എനിക്ക് പറ്റുന്ന രീതിയിൽ എടുത്തു വെക്കും. അതേപോലെ ബബ്ലൂസിൻ്റെത് എടുത്ത് വെച്ച് ഒരു 1 TV എങ്ങനെ ഫുള്ളായിട്ടുണ്ട്. ഇപ്പോൾ ഇതാ ഇസിക്കുട്ടൻ്റെയും ഞാൻ അങ്ങനെ കേട്ടോ ചെയ്യൽ, എടുത്ത് വെക്കൽ. ഇപ്പോഴും ബബ്ലൂസിൻ്റെ കൂടെ ഉള്ളതും എടുത്ത് വെക്കും, അതേപോലെ തന്നെ ഇസിക്കുട്ടൻ്റെ കൂടെ ഉള്ളതും. ആൾക്ക് കുളിക്കാനൊക്കെ ഇഷ്ടമാണ്, പക്ഷെ തലയിൽ വെള്ളം ഒഴിക്കുന്നത് മാത്രമാണ് ആൾക്കൊരു മടിയുള്ളത്. അതിനുശേഷം ആളെ ഞാൻ ഫീഡൊക്കെ ചെയ്തു. ആളെ കുളിപ്പിച്ചതിന് ശേഷം ഞാനും ഒരു കുളിയൊക്കെ പെട്ടെന്ന് പാസ്സാക്കി കേട്ടോ. അതിനുശേഷം ഫീഡൊക്കെ ചെയ്ത് ആളെ കിടത്തി ഉറക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ മനീഷേട്ടൻ വന്നിട്ട് ഇന്നത്തെ വർക്ക്സിൻ്റെ കാര്യങ്ങളൊക്കെ പറയാണ്. അതായത് ഇത്ര വീഡിയോസ് എടുക്കാനുണ്ട്, ഇന്നെന്ന ബ്രാൻഡ്സിൻ്റെ വീഡിയോസ് എടുക്കാനുണ്ട് എന്നൊക്കെ ഉള്ളത്. അങ്ങനെ നമ്മൾ 2-3 ദിവസം കഴിഞ്ഞു കേട്ടോ. അങ്ങനെ വെള്ളി ശനി ഞായർ കഴിഞ്ഞു. അല്ല, ഞായർ കഴിഞ്ഞില്ലല്ലേ, കഴിഞ്ഞോണ്ടിരിക്കുന്നു. അപ്പൊ ഞായറിന് നമ്മൾ അങ്ങോട്ടേക്ക് ഇറങ്ങാൻ പോവാണ്. എന്ത് പറയുന്ന അച്ഛാമേ? അടിപൊളി. ഇവിടെ വേറെ ഒരു സുഖം, അവിടെ വേറെ ഒരു സുഖം. മിസ് ചെയ്യോ ഈ വീട് അവിടെ പോകുന്ന സമയത്ത്? എത്രയായാലും ഉണ്ടാവില്ലേ? അതാണ് നമുക്ക് ഭയങ്കര മിസ് ചെയ്യോ ബബ്ലുഷി വീട്? എല്ലാരും ചോദിച്ച് വീടെന്താ വീഡിയോയില് കാണാത്തെ, എന്തിനാ വീട് മാറിയത്, എന്തിനാ നമ്മള് വീട് മാറിയേ? പുതിയ സ്കൂളിലേക്ക് പോകുന്നതുകൊണ്ട് പുതിയ സ്കൂളിൽ കൊറേ ദിവസം ചെയ്യും, പിന്നെ ചൂടുണ്ടാവൂല. സോറി, പിന്നെ ചൂടുണ്ടാവൂല. പിന്നെയാണ് നമ്മളിങ്ങോട്ടൊക്കെ വരും. അപ്പൊ ഇങ്ങോട്ട് വരും. ഈ പുതിയ വീട്ടിൽ പോകുന്ന സമയത്തിനും ചൂടുണ്ടാവൂല. അതാണ്, അങ്ങനെയാണ്. സോ നമ്മള് ഒരേ ദിവസം ചൂടുണ്ടാവും. ഓക്കെ. അപ്പൊ ബബ്ലൂസിന്റെ പുതിയ സ്കൂളിലെ പുതിയ സ്കൂള് നമ്മൾ അവിടേക്കാണ് മാറിയിട്ടുള്ളത്, കോഴിക്കോടേക്കാണ് മാറിയിട്ടുള്ളത്. കോഴിക്കോട് തൽക്കാലത്തേക്ക് മാറിയതാണ് അല്ലേ ബബുച്ച? അപ്പൊ നമ്മള് വീക്കെൻഡ്സിൽ നമ്മള് വീട്ടിൽ വരും, വീട്ടിൽ വരും, പിന്നെ വെക്കേഷന്റെ വീട്ടിൽ വരും. അപ്പൊ നമ്മള് 10 മണിക്ക് മുന്നേ അവിടെ എത്തണം നേരിച്ച് നമ്മള് നിന്നത്. പക്ഷെ ഇപ്പൊ നമ്മൾ ഇറങ്ങാൻ ലേറ്റ് ആയി. ഇങ്ങോട്ട് വരുന്നത് നേരത്തെ വരും, ഇപ്പൊ ഇറങ്ങാനാണ് നമ്മള് ലേറ്റ് ആയത്. അപ്പൊ ഇറങ്ങല്ലേ, ഇവിടെ നിക്കാൻ പോവാ. വാടാ പോവാടാ. നമ്മൾ ഇങ്ങനെയാണ് റൂം സെറ്റ് ചെയ്ത് വെക്കുക ഇറങ്ങുന്ന സമയത്ത്. ബൈ ബൈ, ഉമ്മ. അങ്ങനെ നമ്മൾ ഇവിടെ ഇറങ്ങാൻ പോവാണ്. ഇങ്ങനെ ഇറങ്ങുന്ന സമയത്ത് ഇനി അഥവാ കുഞ്ഞൻ കരഞ്ഞാലോ പാലിന് വേണ്ടി കരഞ്ഞാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പാല് പമ്പ് ചെയ്ത് വെച്ചിട്ടാണ് കൊണ്ടുപോകല്. ഇനിയിപ്പോൾ അതല്ല ഫീഡ് ചെയ്യണമെങ്കിൽ ഞാൻ ഇങ്ങനത്തെ ഷർട്ടൊക്കെ ഇടും. അതാകുമ്പോൾ നമുക്ക് ഫീഡ് ചെയ്യാൻ പെട്ടെന്ന് എളുപ്പമാണല്ലോ. ഫീഡിങ് ഡ്രസ്സുകൾ ഇടും, അല്ലെങ്കിൽ ഷർട്ടും ഇടും. കാരണം ബൈപ്പാസിലൂടെയൊക്കെ പോകുമ്പം അഥവാ എവിടെയെങ്കിലും സൈഡാക്കി നിർത്താൻ പറ്റിയില്ലെങ്കിലോ അത് വിചാരിച്ചിട്ട് നമ്മൾ പാലൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്, കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, എല്ലാം പാക്ക് ചെയ്ത് കാര്യങ്ങൾ ഇനിയൊന്നും മറന്നിട്ടില്ല എന്ന് വിചാരിക്കുന്നു. പിന്നെ മറന്നാലും ഇവിടെ അവിടെ ആയതുകൊണ്ട് പിന്നെ വലിയ പ്രശ്നമില്ല. ബൈപ്പാസ് വന്നതുകൊണ്ട് നമുക്ക് എനിക്ക് തോന്നുന്നു ഒരു 35 മിനിറ്റ്സ് ആ ഒരു ടൈം എടുക്കലുണ്ടാവുള്ളൂ ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും ഞാൻ ഇങ്ങനത്തെ കുട്ടി കുട്ടി വ്ളോഗ്സ് എന്നാൽ പറ്റുന്ന ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എന്തായാലും ഒന്ന് കമൻറ്റിൽ പറയണേ. അപ്പം എല്ലാവരും ഹാപ്പി ആയിരിക്കുക, എല്ലാവരും സേഫ് ആയിരിക്കുക. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.